അതുകൊണ്ട് ഞാൻ അച്ഛന് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നമ്മൾ അത്ഭുതമെന്ന് പറയുന്ന പ്രാർത്ഥനയുടെ അപ്പുറത്തുള്ള സംഭവമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് പാലിക്കും. പക്ഷേ എനിക്കുള്ള ഒരു ഉത്കണ്ഠ എന്ന് പറയണത് എന്താണ്, ദൈവം പാലിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയാമോ? അതായത് ദൈവം ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം എപ്പോഴും പറയണത് ജാഗ്രതയാണ് ദൈവത്തിനുള്ളത്. ജാഗ്രത. ഈ ജാഗ്രത നമുക്കും ഉണ്ടാകണം. ഉടമ്പടിക്ക് ദൈവത്തിന് ഉടമ്പടിയെക്കുറിച്ചുള്ള ജാഗ്രതയാണ്. അതിന് ഈ പ്രവാചകന്മാരൊക്കെ വിടുന്നില്ലേ? പ്രവാചകന്മാരൊക്കെ വിടുമ്പോൾ ഇപ്പം ജെറമിയായോട് ദൈവം ചോദിക്കുമേ, ജെറമിയാക്കൊരു ദർശനം കിട്ടും. ജെറമിയായ്ക്ക് ഈ പ്രവാചകന്മാർക്കെല്ലാം കിട്ടുന്നത് കവനൻ്റൽ ആയിട്ടുള്ള ഒരു പെർസെപ്ഷനാണ് കിട്ടുന്നത്, അതിൻ്റെ വിഷനാണ് കിട്ടുന്നത്. അപ്പോൾ ജെറമിയ ഒരു ദർശനം കാണും. അപ്പോൾ ദൈവം ചോദിക്കുമേ, ജെറമിയ വാട്ട് യു ആർ സീയിങ്? അപ്പോൾ ജെറമിയ പറയും, ജാഗ്രത വൃക്ഷം, ഞാനൊരു ജാഗ്രത വൃക്ഷം കാണുന്നെന്ന് പറയും. ജാഗ്രത വൃക്ഷം. അപ്പോൾ ജെറമിയ 1:11 ഞാനൊരു ജാഗ്രതാ വൃക്ഷം കാണുന്നു. അപ്പോൾ ജാഗ്രതാ വൃക്ഷം എന്ന് പറയുന്നത് എന്താ? ബദാമാണ്. ബദാമിനാണ് ജാഗ്രതാ വൃക്ഷം എന്ന് പറയുന്നത്. കാര്യം ബദാമിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ബദാമില്ലേ, അതിനൊരു വലിയ മരമാണത്. 30 മീറ്റർ നീളമുള്ള ഉയരമുള്ളൊരു മരമാണത്. അപ്പോൾ ഇത് വസന്തം വരുന്ന മുമ്പ് ആദ്യം പൂക്കണ മരം ബദാമാണ്. അതാണ്. അപ്പം ജാഗ്രത, മുന്നറിയിപ്പാണ്. വസന്തം വരുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ്. ബദാം പൂക്കുമ്പോൾ നാട്ടുകാരെല്ലാം പറയും വസന്തം വരാൻ പോകുന്നു. അതാണ് ജാഗ്രത. അതിനാണ് ബൈബിളിൽ ജാഗ്രതാ വൃക്ഷം. അപ്പോൾ ജെറമിയായോട് ചോദിക്കാം, നീ എന്താ കാണുന്നത്? ഞാൻ ജാഗ്രതാ വൃക്ഷം കാണുന്നു. എന്നിട്ട് പറയും, അപ്പം ദൈവം പറയും, ഞാനും എൻ്റെ ജനത്തോട് അവരോട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് ജാഗ്രതയുണ്ടെന്ന്. യൂസേ, മനസ്സിലായില്ലേ? പോയിൻ്റ് മനസ്സിലായില്ലേ? നിങ്ങൾ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് അതിൻ്റെ മേൽ ജാഗ്രതയുണ്ടാകും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾക്കും ജാഗ്രത ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ 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 ഉടമ്പടിയെക്കുറിച്ച് അങ്ങയെപ്പോലെ അങ്ങയോട് ചെയ്ത ഉടമ്പടി പ്രകാരം എനിക്കും ജാഗ്രത തരണമേ. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഉടമ്പടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് തന്നെ ഡെൻസിക്ക് സംഭവിക്കേണ്ടത്. ഈ ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നെ അവൾക്കൊരു ഐഡിയ കിട്ടും. എന്താ ഐഡിയ? കൃപാസന മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് പാറയുടെ പുറത്ത് വെക്കുക, എന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുക. അപ്പോൾ ഇതിങ്ങനെ കുഴക്കണതൊക്കെ കുഴിക്കുന്നുണ്ട്, ഒരു കഥയില്ല. എന്താ പറയുക, വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. വെള്ളം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലത്. വെള്ളത്തിൻ്റെ സ്വരം കേൾക്കാം ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോഴേ. പക്ഷെ വെള്ളം എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ നാട്ടുകാരെന്ന് വെച്ചാൽ പറഞ്ഞേ, ഈ വെള്ളം ആ കുഴക്കിണർ കൊണ്ട് താഴേക്ക് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനായി. വെള്ളവും കിട്ടത്തില്ല, കാശും കുറേ പോകണ്ടേ, കുറേ കാശ് പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും
പരിശുദ്ധാത്മാവ് ഇവരുടെ ഉള്ളിൽ നിന്ന് പറയുന്നു നമ്മൾ ഈ വിഷയത്തിൽ വിജയിക്കുമെന്ന്. ഇതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരും, ഞാൻ നിങ്ങളുടെ കൂടെ വരും. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ബൈ പേഴ്സൺ പ്രസൻസ് കാണാൻ പറ്റത്തില്ല. ചിലക്ക് തണുപ്പ് അനുഭവിക്കുന്നു, ചിലക്ക് തണുപ്പാണ് അനുഭവിക്കുന്നത്. പക്ഷേ ചില ആൾക്കാർക്കും സ്മെല്ല് വരും, പക്ഷേ ചിലർക്ക് ഒന്നും വരത്തില്ല. ചിന്തയിൽ ഇങ്ങനെ ആന്തരിക ബോധ്യം കിട്ടിക്കൊണ്ടിരിക്കും. ഈ ആന്തരിക ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസൻസ് തന്നെയാണത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകണം, നിങ്ങൾക്ക് ഒരു ആന്തരിക ധൈര്യം, ആത്മധൈര്യം. അപ്പം നിങ്ങൾ പറയും, ഇപ്പം എല്ലാവരും ഓ പോയാ തെറ്റാ ശരിയായി. പക്ഷേ ആന്തരിക ധൈര്യത്തിൽ പറയും ഇല്ല ഇത് ശരിയാവും, ഇത് ശരിയാവും എന്ന് പറയാമെന്ന് വെച്ചാൽ, ഇപ്പം ചെറിയ ഡോക്ടർ പറയത്തില്ലേ ഇത് കളയണം കേട്ടോ, ഇത് കളയണം ഈ കൊച്ചിനെ, ഇതിന് കണ്ണുമില്ല, ചെവിയില്ല, ഹൃദയമില്ല എന്നൊക്കെ പറയും. അപ്പോഴും ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ 5-ാം മാസക്കാരത്തിയുടെ 3 സ്കാനിങ് കഴിഞ്ഞേ ഇത് ഇവിടെ പറയും ഇല്ല ഡോക്ടറെ ഇത് കളയത്തില്ല, ഇത് അമ്മ തന്ന ഉടമ്പടി കുഞ്ഞാണ് എന്ന് പറയും. എന്താ കാര്യം? ഇത് ആന്തരിക ബോധ്യമാണ്. അവർക്ക് ആന്തരിക ബോധ്യം. ആ കൊച്ചിൻ്റെ ഹൃദയമില്ല അതിനെ. അവൾ 5 മാസം ഗർഭിണിയാണ്, 3 സ്കാനിങ് കഴിഞ്ഞ്. പക്ഷേ ഡോക്ടർ പറയും ഇതെന്ത് മണ്ടത്തരെ കാണിക്കണത്, ഇത് ഓട്ടിസം ആയിരിക്കും ജനിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറയും ഇല്ല ഡോക്ടറെ ഇത് അമ്മ തന്ന കുഞ്ഞാണ്, ഇനി അങ്ങനെയാണ് അമ്മ ഇഷ്ടമെങ്കിൽ ഞാനത് ഏറ്റെന്ന് പറയും. പക്ഷേ ഇവർക്ക് ആന്തരിക ബോധ്യം. ഈ ആന്തരിക ബോധ്യം എഴുതിവിട്ട പരീക്ഷയായാലും നീ ജയിക്കുമെന്ന് എനിക്കൊരു ബോധ്യം കിട്ടിയാൽ അത് പ്രസൻസാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രസൻസ് എന്ന് പറയുന്നത് എന്താണ്? സാന്നിധ്യം. ഉടമ്പടിയുടെ ഒരു ഓഫറിംഗ് ആണ്. ഓഫർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഓഫർ എന്നല്ലേ പറയണത്. അപ്പോൾ ഉടമ്പടിയുടെ ദൈവം തന്നൊരു ഓഫറാണ് ഐ വിൽ കം വിത്ത് യു. പക്ഷേ കം വിത്ത് യു എന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ കൂടെ വരും. പക്ഷേ നിൻ്റെ കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ ബൈ പേഴ്സൺ ഇങ്ങനെ ആളായ്മയായിട്ട് വരണമല്ല പ്രശ്നം. എന്താണ്? നിനക്ക് ആന്തരിക ബോധ്യം വരും. ആന്തരിക ബോധ്യം എന്ന് പറയുന്നത് എന്താണ്? കൊടുങ്കാറ്റിൽ കർത്താവ് ഏലിയയുടെ ദർശനം കണ്ടിട്ടില്ലേ? ആദ്യം കൊടുങ്കാറ്റ് വന്നു, പിന്നെ അഗ്നി വന്നു. അഗ്നി കഴിഞ്ഞിട്ട് അഗ്നിയിൽ കർത്താവില്ലാഞ്ഞു, പിന്നെ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ എലിയോട് ചോദിച്ചു എലിയ വാട്ട് യു ആർ ഡൂയിങ്? ഞാൻ അങ്ങേക്കുറിച്ചുള്ള തീഷ്ണതയെ ചുലിക്കുകയാണെന്ന് പറയും. അപ്പം മൃദുസ്വരത്തിലൂടെയാണ് ആ സാന്നിധ്യം വരണത്. വലിയ കാറ്റും കോളും ബഹളമായിട്ട് വരുന്നില്ല. അപ്പം ചില സമയത്ത് ആൾക്കാരെല്ലാം നമുക്കെതിരെ നിൽക്കുമ്പോഴും നമ്മൾ പറയും, ഇപ്പോൾ ഡോക്ടർ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ 3 മാസം കൊണ്ട് എല്ലാവരെയും അറിയിക്കാം, 3 മാസം കൂടി ആൾ ജീവിച്ചിരിക്കത്തുള്ളൂ, ബന്ധുക്കളൊക്കെ അറിയിക്കാൻ പറഞ്ഞില്ലേ. പക്ഷെ ഇവരെന്താണ് ചെയ്യണത്? ഇവർ ഉടമ്പടി തേലം കൊണ്ടുപോയി ആ വ്യക്തിക്ക് നെഞ്ചിലും നെറ്റി വയറിലും തേക്കുകയാണ് ചെയ്യണത്. എന്താണ്? അവർക്ക് ഈ മൃദുസ്വരമുണ്ട് ഉള്ളിൽ നിന്ന്. അവർ കൊച്ചച്ഛനാ വിളിക്കണം. ആ സാക്ഷി നിങ്ങൾ കേട്ടില്ല, 65,000 പേരായി ഇപ്പോൾ കാണുന്നത്. അവരുടെ ഉള്ളിൽ പറയണ ഇപ്പോൾ ഡോക്ടർ പറയുന്നു 3 മാസമേ സർവ് ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴും ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു. എലിയായോട് പറഞ്ഞ പോലെയാണ്. അഗ്നിക്ക് ശേഷം കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. അതിനുശേഷം പെരുമഴ പെയ്തു. പെരുമഴയിലും കർത്താവില്ലായിരുന്നു. പിന്നീട് ഒരു മൃദുസ്വരം ഞാൻ കേട്ടു. എന്നോട് ചോദിച്ചു, എലിയ വാട്ട് യു ആർ യു ഡൂയിങ് ഹിയർ? നീ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണെന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. ഈ തീഷ്ണതയായി ജ്വലിക്കണത് ദൈവത്തിന് അറിയാൻ പാടില്ലേ ഇവൻ തീഷ്ണതയായി ജ്വലിപ്പുള്ള ആളാണെന്ന്? പക്ഷേ എങ്കിലും അവൻ്റെ വായുന്നത് കേൾക്കാൻ ദൈവത്തിന് എന്നാ കൊതിയാണ്. ദൈവവേദലെ എന്നെ കേൾക്കുമ്പോൾ നീ ഇപ്പം ദൈവത്തെയാണ് കേൾക്കണത്. എന്താ കാര്യം എന്ന് പറയും, ഞാൻ ദൈവമായത് കൊണ്ടല്ല, കർത്താവിൻ്റെ വചനം പറയുന്നത് കൊണ്ടാണ്. ദൈവവചനം നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു, അവർ ദേവന്മാരെന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളും ദേവന്മാരാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? ദൈവവചനം ആരെ കേൾക്കുന്നുവോ, ആരെ അക്സെപ്റ്റ് ചെയ്യുന്നുവോ അവർ ദൈവത്തിൻ്റെ സന്തതികളാണ്. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാനമെന്ന് പറയുന്നത് ആന്തരിക ബോധ്യങ്ങളെ പരിശോധിക്കാനാണ്. മനസ്സിലായില്ലേ? ആന്തരിക ബോധ്യങ്ങൾ. ഇപ്പം നീ ഒരു വെഞ്ചറിൽ ഇടപെട്ടിരിക്കുകയാണ്, ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം നിൻ്റെ കൂട്ടുകാരെല്ലാം നേരത്തെ പരീക്ഷ എഴുതി രാജ്യം വിട്ടുപോയി, നീ മാത്രം ഒറ്റപ്പെട്ട് ഇവിടെ കിടക്കുകയാണ്. നീ ഇപ്പം നിൻ്റെ കല്യാണം, നിൻ്റെ ബന്ധുക്കളും നിൻ്റെ പ്രായക്കാരെല്ലാം കല്യാണം കഴിച്ചു പോയി. ഓരോ വീട്ടിലുള്ള നിൻ്റെ അമ്മ നിന്നെ കാണുമ്പോൾ മോന്തം കയറ്റിക്കണം, നീ അമ്മയെ കാണുമ്പോൾ മോന്തം കയറ്റിക്കണം, നിൻ്റെ കാര്യം കട്ടപ്പോവുകയാണ്. അപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നിനക്ക് കർത്താവ് ആന്തരിക ബോധ്യം തരും. എന്താണ്? നിൻ്റെ ജീവിത പങ്കാളി എൻ്റെ കയ്യിലുണ്ട്. ആന്തരിക ബോധ്യമാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവികമായ കാര്യങ്ങളെ ആന്തരിക ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം എന്നോട് ഈശോ പണ്ട് പറയുമായിരുന്നു, നീ കടലിൽ പോകണം, കടലിൽ പോയി കുമ്പസാരിപ്പിക്കണമെന്ന് പറയും. അപ്പം ഞാനിത് വല്ല അച്ഛമ്മോട് പറഞ്ഞ ഓർക്കും ഈ മനുഷ്യന് ഇപ്പം തന്നെ ഭ്രാന്താണെന്ന് വിചാരിക്കും. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ കടലിൽ പോയി, 10 കൊല്ലം പോയി. കടലിൽ ബോട്ടുകാരെ വള്ളക്കാരൊക്കെ ബോട്ട് കടലിൽ വിളിച്ചു കൂട്ടി. എന്നിട്ട് ഞാൻ ഈ കൊച്ചു വള്ളത്തിൽ ചെന്നിട്ട് ഈ ഏണി വെച്ച് വേറൊരു വലിയ വള്ളത്തിൽ കയറും, അല്ലെങ്കിൽ ബോട്ടിൽ കയറും. എന്നിട്ട് അവിടെ എല്ലാം ബോട്ടെല്ലാം വെഞ്ചരിച്ചിട്ട് ഞാൻ ചോദിക്കും, മാസങ്ങളായിട്ട് കുമ്പസാരിക്കാത്തവരുണ്ടോ എന്ന് ചോദിക്കും. അതിൽ അവരുണ്ടെന്ന് പറയുകയാണെങ്കിൽ 1-2 പേരെ അവിടെ വെച്ച് കുമ്പസാരിപ്പിക്കാം. ഞാൻ ആരോടും പറഞ്ഞില്ലല്ല. ഇത് പറഞ്ഞിരുന്നെങ്കിൽ അതായത് പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ പോലും സമ്മതിക്കത്തില്ല. കാര്യം എന്താ? കടൽ തെക്കൻ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കടൽ കൂടുന്ന സമയമാണ് തെക്കൻ കടലെന്ന് പറയും. ഈ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മളിട്ടുണ്ട് അമ്മാനം പാടും, ചിലപ്പോഴീ കയറണ കയറ്റത്തിൽ പടത്തിൽ താഴെ വീഴും. പക്ഷേ അത്രയും വിഷയമുണ്ടെങ്കിലും ഞാൻ ആരോടും പറഞ്ഞില്ല. ആന്തരിക ബോധ്യം കിട്ടിയ പറയരുതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ആന്തരിക ബോധ്യം. നീ അതിൽ ഉറച്ചു നിൽക്കണം. നീ ആന്തരിക ബോധ്യം കിട്ടാൻ ഇടനെഞ്ചിലൊന്ന് കൈവച്ചേ, നെറ്റിലും കൈവെക്കണം. കർത്താവായ ഈശോയെ, പുറപ്പാട് 33 14 പറയുന്ന പോലെ കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങൾക്ക് ജീവിത മണ്ഡലങ്ങളിലെ ദൈവത്തിന്റെ സാന്നിധ്യം ആന്തരിക ബോധ്യമായി വരുമ്പോഴ് അത് തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് ജാഗ്രതയുടെ അഭിഷേകം നൽകണമേ. ബുദ്ധിയെയും മനസ്സിനെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ വചനങ്ങള് ദൈവത്തിന്റെ അടയാളങ്ങള് ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഈ വിശുദ്ധ ലൂക്കാന്റെ സുവിശേഷം 10:4 ഈശോ ഇത് പറയുന്നുണ്ട്. ആന്തരിക ബോധ്യം ലഭിച്ചവരെ ആരോടും സംസാരിക്കരുതെന്ന്. നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യരുത്. ഏലിയായുടെ കാലത്ത് ഗഹാസിയോട് പറയുമായിരുന്നു, ശൂന്യക്കാരുടെ മകൾ കുഞ്ഞ് മരിച്ചു പോയപ്പോൾ ഗഹാസിയോട് പറയും, ഗഹാസി ഈ വടി കൊണ്ടുപോയി നീ കുഞ്ഞിൻ്റെ മുഖത്ത് വെക്കണം. നീ ആരെയും അഭിവാദനം ചെയ്യരുത്, തിരിച്ച് അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യരുതെന്ന്. എന്താണ്? നിൻ്റെ ദൗത്യത്തിൽ നീ ഉറച്ചു നിൽക്കണം. ഇത് വല്ല വായു നോക്കികളോടൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനെ പിശാച് അവരിലൂടെ ഈ സാരം വെട്ടിക്കളയും. അതാണ് വിഷയം. അതുകൊണ്ടാണ് നീ ഇത് ഷെയർ ചെയ്യുക. ആന്തരിക ബോധ്യം കിട്ടിയാൽ ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം ഡിൻസി ഷെയർ ചെയ്തില്ലല്ലോ. നാട്ടുകാരെല്ലാം പറഞ്ഞു എന്ത് മണ്ടത്തര കാണിക്കണേ. അപ്പോഴും ഇല്ല, വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ടെന്ന് പറയും. വെള്ളത്തിൻ്റെ സ്വരം മാതാവ് കേൾപ്പിക്കുന്നതാണ്. എന്താ കാര്യം? ഇതിൽ നിന്ന് അവളെ പിന്തിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി. വെള്ളം അവിടെ ഇല്ലയോ എന്നുള്ളതെന്നല്ല പ്രശ്നം. അമ്മ ഈ വിശ്വാസിക്ക് ഈ കാറ്റിൽ കർത്താവില്ലാഞ്ഞു, അഗ്നിയിൽ കർത്താവില്ലാഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വരം കേൾപ്പിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ അവരെന്നാ കൃപാസനം മാതാവിൻ്റെ രൂപം കൊണ്ടെന്ന് വെച്ചിട്ട് അവിടെ വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം ചെല്ലുക, മാതാവിൻ്റെ രൂപം വെച്ച് വിശ്വാസപ്രമാണം ചെല്ലി ആ സമയത്ത് തന്നെ ആ രൂപം വെച്ച പാറയുടെ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങി വരാൻ തുടങ്ങും. അതാണ് ഇന്നത്തെ സാക്ഷ്യം. ഇന്നിടാൻ പോകുന്നുണ്ടത്. കേട്ടേക്കണം. ഈ ഉടമ്പടിയുടെ രീതി എന്ന് പറയണത് അതാണ് അച്ഛൻ പറഞ്ഞത്, നിങ്ങൾ വളരെ ശ്രദ്ധയോടും പേടിയോടും
വളരെ പേടിൻ്റെ ആവശ്യമില്ലാതെ പേടി വേണ്ട. പട്ടിണിയെ പേടിക്കണ പോലെയും പാമ്പിനെ പേടിക്കണ പോലെ ദൈവത്തെ പേടിക്കരുത്. ദൈവത്തെ സ്നേഹം കൊണ്ടാണ് പേടിക്കേണ്ടത്. ദൈവം എന്നെ എൻ്റെ കഴിവിനേക്കാളും വിശുദ്ധിയേക്കാളും ഉപരി എന്നെ ദൈവം സ്നേഹിക്കുന്നല്ലോ. റെവറൻഷ്യൽ ആൻഡ് ലവിങ് ഫിയറാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരു ക്ഷുദ്രജീവിനെ പേടിക്കണ പോലെ ദൈവത്തെ പേടിക്കരുത്. ദൈവത്തെ പേടിക്കണം, പക്ഷെ അത് റെവറൻഷ്യൽ ആൻഡ് ലവിങ് ഫിയറാണ് വേണ്ടത്. എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, അങ്ങയോട് ആദരവും ബഹുമാനവും അങ്ങയുടെ സാന്നിധ്യത്തിലെ എൻ്റെ അയോഗ്യതയോർത്തുള്ള പശ്ചാത്താപവും എല്ലാം കൊണ്ട് എന്നെ അഭിഷേകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന കൈകൾ വീശിക്കൊണ്ട് ബേസിക്കായിട്ട് എൻ്റെ മക്കളെ ഉടമ്പടി എടുത്തവർ ചെയ്യേണ്ടത്, അച്ഛൻ നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾ വർദ്ധിപ്പിക്കണം. കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉടമ്പടിയിൽ പ്രാർത്ഥനയ്ക്ക് ഇൻറ്റർസെസറി അല്ലെങ്കിൽ നമ്മുടെ പ്രെയർ എന്ന് പറയത്തില്ല. ഉടമ്പടിയിൽ പ്രെയർ അല്ല വരുന്നത്, ക്ലെയിമാണ് വരുന്നത്. എന്താ കാര്യം? ഉടമ്പടി പ്രകാരം ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. എഗ്രിമെൻ്റ് പ്രകാരം നമുക്ക് കിട്ടുന്നത് എന്താണ്? അവകാശങ്ങളാണ് കിട്ടുന്നത്, അനുഗ്രഹങ്ങളല്ല. അതാണ് അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കഴിക്കാൻ. ഉടമ്പടി എന്ന് പറയുമ്പോൾ ബൈലാറ്ററാണ്, എന്നുവെച്ചാൽ ഉഭയകക്ഷി, രണ്ട് കക്ഷിയിലുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ബെറിത്തല്ല, ബെറിത്ത് എന്ന് പറഞ്ഞാൽ റിലേഷനാണ്. ഞാനും നീ ദൈവവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ. അമ്മയുടെ റോൾ എന്താണ്? മരിയൻ മീഡിയേഷനാണുള്ളത്. മീഡിയേഷൻ എന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്യണത് എന്താണ്? നോഹിനോട് ചെയ്ത ഉടമ്പടിയല്ല, എബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയല്ല, മോസസിനോട് ചെയ്ത ഉടമ്പടിയല്ല. എന്താണ് ഇത്? മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടിയുടെ പ്രത്യേകത വെച്ചാൽ ഇപ്പം എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തെങ്കിലും അതിന് എബ്രാഹത്തിന് മാധ്യസ്ഥനില്ലല്ലോ. ദൈവം ഒരു കക്ഷി, എബ്രാഹം ഒരു കക്ഷി, അതിലേ ഉള്ളൂ, മാധ്യസ്ഥനില്ല. അത് കാരണം അതിൻ്റെ അകത്ത് സാറായാണ് മാധ്യസ്ഥയായത്. പണിയായിപ്പോയി. സാറാ മധ്യസ്ഥം വെച്ച് പണിയായപ്പോഴല്ലേ അവരല്ലേ പറഞ്ഞ് ഹാഗറിനെ പ്രാപിക്കാൻ പറഞ്ഞിട്ടല്ലേ ഇസ്മായിൽ ജനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉടങ്കൊല്ലിയ മധ്യസ്ഥന്മാരാണ് ഉണ്ടായത് എബ്രാഹത്തിനെ പറ്റി. അതുകൊണ്ടാണ് എബ്രാഹത്തിന് വർഷങ്ങളെടുത്തത് ഈ സംഭവം. വിശ്വസ്തത ആയിരുന്നെങ്കിലും സമയമെടുത്തു. ഇപ്പം എന്താ ഇതിന് സമയമെടുക്കാത്തതിനൊന്നും? മരിയൻ ഉടമ്പടി സമയമെടുക്കാത്തതിൻ്റെ കാരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 മാതാവ് 10:8 സൂചി കാണിച്ചുകൊണ്ട് ദുരന്തമുണ്ടാകാമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അന്ന് മുതൽ സമയമാണ് ഒരു വിഷയം. അതുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയും, എനിക്കും നിനക്കും എന്താ, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല. അപ്പോൾ ആകാത്ത സമയത്തെ ആക്കിയെടുക്കാൻ അമ്മയ്ക്ക് കിട്ടിയ പരിശുദ്ധാത്മ നോട്ടാണ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് വെച്ചാൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുക, ഈശോ പറഞ്ഞ പോലെ ചെയ്യുക. നമ്മൾ ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാമെന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ പറയുകയാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു മെക്കാനിസം അറിയണം. നമ്മളെന്താ ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ, ഈശോ പറഞ്ഞ് ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോഴും നമ്മളൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം. ഗവൺമെൻറ് ആശുപത്രി രോഗികളുള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധം സ്വന്തം അല്ലാത്ത രോഗികൾ പിന്നെ എവിടെയാണ് ഉള്ളത്? എല്ലാവരും ഇപ്പോൾ മകളെ പ്രസവിക്കണമെങ്കിൽ മകളുടെ പ്രസവമാകുമ്പോൾ തന്നെ വീട്ടുകാരും കെട്ടിയ വീട്ടുകാരും അങ്ങനെ നമ്മുടെ ഇടിയല്ലേ. എന്താണ്? അവർക്ക് ഏറ്റവും ടോപ്പ് ആശുപത്രി കൊണ്ടുപോകണം. എന്താ കാര്യം? ഞങ്ങൾക്ക് ആൻറ്റിമാരാണ് പ്രസവം ഉണ്ടാക്കണത്. എവിടെ പ്രസവിക്കണമെന്ന് ആൻറ്റി തീരുമാനിക്കുക. അമ്മയും പോയി അപ്പനും പോയി. എന്താ കാര്യം? അവർക്ക് വരണം, അവർക്കവിടെ ഇരിക്കണം. അവിടെ സ്റ്റാൻഡേർഡിന് പറ്റുന്ന രീതിയിൽ കൊണ്ട് നിന്നെ പ്രസവിപ്പിച്ചിട്ട് നിൻ്റെ കിഡ്നി അടിച്ച് മാറ്റി അതിൻ്റെ കാശും ബില്ലും ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ വീട്ടിൽ പോരും. ഓരോരുത്തരും എന്താ നമ്മളൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ആൻറ്റി പറഞ്ഞത് നമ്മൾക്ക് വേണ്ടിയല്ല.
അവർക്ക് അവിടെ വന്നിട്ട് റെസ്റ്റിംഗ് റൂം വേണം, ആന വേണം, കൂന വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാശാര് കൊടുക്കുക? അവർ കൊടുക്കത്തില്ല, നമ്മൾ കൊടുക്കണം, അവർ കൊടുക്കണം. അപ്പം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പൊസിഷനിലൊക്കെ ഉള്ള ആൾക്കാർ അല്ല ഇതിനകത്ത് ഉദ്ദേശിക്കണത്. ഇത് ഉദ്ദേശിക്കണ ഗവൺമെൻറ് ആശുപത്രിയിൽ നമ്മൾ ബന്ധം സ്വന്തം അല്ലാത്ത ആൾക്കാരെ നീ പോയി കാണണം. കണ്ടിട്ട് അവർക്ക് ഒരു പ്രാവശ്യം, മാസത്തിൽ ഒരു പ്രാവശ്യം നീ പോകണം. ഒരു പുതിയ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. കാര്യം ഒത്തിരി പേര് അവിടെ ബൈസ്റ്റാൻഡേഴ്സിന് പോലും ഭക്ഷണം ഇല്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം എനിക്ക് ഗവൺമെൻറ് ആശുപത്രിയെ കുറിച്ച് പലപ്പോഴും ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പണ്ട് ഞാൻ എപ്പോഴും പോകുമായിരുന്നു മെഡിക്കൽ കോളേജിൽ. എനിക്ക് പോണത് തന്നെ ഒരു ഇഷ്ടമായിരുന്നു. എൻ്റെ ഇടവകയിൽ ആരെങ്കിലും മെഡിക്കൽ കോളേജിൽ കിടക്കണമെന്ന് കഴിഞ്ഞാൽ അപ്പം പോവും കെട്ടിയെടുത്ത്. എന്തിനാണ്? അവരുടെ കൂടെ നമുക്ക് 10-30 പേരെ കാണാൻ പറ്റും. രോഗികളെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കാനും വിഷയം ചോദിക്കാനും. ചിലപ്പോൾ ഒരു പ്രാർത്ഥന മതിയായിരിക്കും അവർ പോരാ രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ അതെന്താ പ്രശ്നം വെച്ചാൽ നീ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്, ഒരു മിഷൻ മൈൻഡ് ഉണ്ടാകണം. കർത്താവിന് നിന്നെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴേ നിന്നെക്കൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം? നീ 60 കൊല്ലം 30 കൊല്ലമൊക്കെ ജീവിച്ചിട്ടേ എന്താണ് കർത്താവിനൊരു പ്രയോജനം ഉണ്ടായത്? ഒരു പ്രയോജനമില്ല. അതാണ് പ്രശ്നം. ആ ഒരു ഗ്യാപ്പാണ് ഉടമ്പടി ഫില്ല് ചെയ്യാൻ പറയണത്. എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും. കപ്പാസിറ്റി എന്നറിയാമല്ലോ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 10 കൊല്ലം കടലിൽ പോയി ജീവൻ പണയം വെച്ച് ആൾക്കാരൊക്കെ കപ്പാസിറ്റിയാണത്. അത് കർത്താവിന് വേണ്ടി ആ ജോലി ചെയ്തതിൻ്റെ ബേസ്മെൻ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ക്യാൻസർ പോസ്റ്റേജ് ആണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കർത്താവേ, ഞാൻ കടലിൽ ജീവിതം പണയം വെച്ച് നിൻ്റെ ആത്മാവിനെ നേടാൻ വേണ്ടി വന്ന കാര്യം നീ ഓർക്കണേന്ന് ചോദിക്കും. അത് നമ്മുടെ കപ്പാസിറ്റി ക്ലെയിമാണ്. നമുക്കത് പ്രേക്ഷിത പ്രവർത്തനമാണ് ക്ലെയിം, അല്ല അച്ഛനായതല്ല ക്ലെയിം. നമ്മൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്, കർത്താവിനെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ക്ലെയിം എന്ന് പറയും. ഇതുപോലെ നിങ്ങൾക്ക് ഉടമ്പടി ക്ലെയിമുണ്ട്. എന്താണ്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പത്രം കൊണ്ടേ കൊടുക്കണം. ആര്? നിങ്ങൾ തന്നെ. ആരെ ഏൽപ്പിക്കരുത്, നിങ്ങൾ തന്നെ കൊടുക്കണം. എന്തിനാണ്? ഈശ്വരൻ അറിയാത്തവരെ അറിയാൻ നിങ്ങൾ പ്രാർത്ഥിച്ച് കൊടുക്കണം. വെറുതെ കൊടുത്താൽ പോരാ. കർത്താവ്, ഈ പത്രം വായിക്കുന്നവർ ഇതിൻ്റെ മുഴുവനും ഉടമ്പടി സാക്ഷ്യങ്ങളാണല്ലോ. 120 സാക്ഷ്യങ്ങളുണ്ട് ഉടമ്പടിയുടെ. ഏറ്റവും മേജർ സാക്ഷ്യങ്ങൾ. ഇത് കണ്ടവൻ തല കറങ്ങി വീഴും, കർത്താവിനെ തിരക്കി ഓടി വരും. അപ്പോൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഞാൻ കൊടുക്കുന്ന സാക്ഷ്യപത്രം വായിക്കുന്നവരെ നിന്നെ അറിയുവാനും ആത്മരക്ഷ പ്രാപിക്കുവാനും നിന്നിൽ നിന്ന് ആശ്വാസവും നേടുവാൻ ഇടയാക്കണമേ. എന്നെ സുവിശേഷത്തിന്റെ ഉപകരണവും സാക്ഷിയുമാക്കണമേ. എൻ്റെ മക്കൾ, ഇതിനകത്ത് കഴിവ് ഒരു പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ വ്യക്തികൾ അവരുടെ സാധ്യതകളെ രണ്ടാമത് പുനർസ്റ്റേറ്റ് ചെയ്യണം. അതായത് വ്യക്തികൾ ഇപ്പം നിങ്ങൾക്ക് ഉള്ള കഴിവില്ലേ, ഇപ്പം നമ്മുടെ കഴിവനുസരിച്ചാണ് നമുക്ക് ദൈവമായി നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണത്. ഇപ്പം നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥന ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വചനം അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടക്കാരെ പോയി കാണരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. നമ്മുടെ ഇഷ്ടക്കാരൊക്കെ കിടപ്പുണ്ടാകും, ബന്ധുക്കൾ, സ്വന്തപ്പെട്ട ഫ്രണ്ട്സൊക്കെ കിടപ്പുണ്ടാവും. അതല്ല പ്രശ്നം. അതുവരെ കാണണ്ടെന്നല്ല, അവരെ കണ്ടുകൊണ്ട് റിട്ടേൺസ് ഒന്നുമില്ല. എന്താ കാര്യം? അതെല്ലാം കടമയാണെന്ന് പറയിച്ചോ. നിങ്ങളുടെ ബന്ധു സ്വന്തം ആൾക്കാരൊക്കെ പോയി കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ അതൊക്കെ നിങ്ങളുടെ കടമയാണെന്ന് ഈശോ പറയും. കാര്യം നിങ്ങൾ അവളിൽ നിന്ന് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും കൈപ്പറ്റി കാണുമല്ലോ. അതല്ല ഈശോ, നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്നല്ല ഈശോ പറയണത്. പ്രതിഫലത്തിന് എന്താണ് അവകാശം എന്നൊക്കെ ഈശോ ചോദിക്കുന്നത് എന്താണ്? പ്രതിഫലത്തിന് അവകാശം വേണമെങ്കിൽ നമുക്ക് പ്രതിഫല ബന്ധമില്ലാത്ത ആൾക്കാരെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോഴാണ് കപ്പാസിറ്റി കൂടി. ഇപ്പോൾ പത്രോസും പൗലോസും ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ? പത്രോസും പൗലോസും ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ? പറഞ്ഞോ, ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ? ചിലർ പറയും പൗലോസിനാണെന്ന്, പക്ഷെ ഞാൻ പറയും പത്രോസിന് തന്നെയാണെന്ന് പറയും. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസിനോട് ഈശോ പറഞ്ഞത് എന്താണ്? അനനിയാസ് പറയും, ഇവൻ പ്രശ്നം ഉണ്ടാക്കി നടക്കുന്ന പാർട്ടിയാണ്, ഇവൻ യെരുശലേമിൽ പോയി ക്രിസ്ത്യാനിയെ കൊന്നിച്ച് നടക്കുന്ന സാവുകളാണ്, കൊലപാതകയാണെന്ന് പറയുമ്പോൾ ഈശോ അങ്ങനെയൊന്നുമില്ല. 9:15
നടപടി പുസ്തകത്തിൽ 9:15 ഇവൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കണം, അവനെ ഇസ്രയേലിലും രാജാക്കന്മാരുടെ മുമ്പിലും അവൻ എനിക്ക് എൻ്റെ നാമം വഹിക്കുന്ന പാത്രമായിരിക്കും എന്ന് പറയും. അവൻ വലിയ പ്രേക്ഷിത പ്രവർത്തകനായിട്ട് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുക, എൻ്റെ നാമം. പക്ഷെ പത്രോസിനോട് പറയണത് അതല്ല പറയണത്. പത്രോസിനോട് പാത്രം എന്നല്ല പറയണത്, വിരിപ്പാണെന്നാണ് പറയണത്. അവൻ കേപ്പായിൽ അവന് കഫർനാമിൽ അവൻ്റെ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ദർശനം കണ്ടിട്ട് ഒരു വിരിപ്പ്, ആകാശത്തുനിന്ന് 4 മൂലയ്ക്ക് പിടിച്ചിറക്കിയ ഒരു വിരിപ്പ് കാണുവന്. 15:15 നടപടി പുസ്തകത്തിൻ്റെ വിരിപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളെ കണ്ടിട്ട് 10 ദിവസം ഞെട്ടിട്ട് പറയും, അഗ്ലി, എന്ത് കഷ്ടമാണ്. അപ്പോൾ പറയും, ദൈവം പറയും, കൊന്ന് തിന്നടാ എന്ന് പറയും. പറയും, ഞാൻ തിന്നത്തില്ല, ലോകത്തിലുള്ള വൃത്തികെട്ട സാധനമൊന്നും ഞാൻ കഴിക്കത്തില്ലെന്ന് എനിക്കറിയത്തില്ല, ദൈവത്തോട് ചോദിക്കും. അപ്പുറം ഞാൻ വിശുദ്ധീകരിച്ചതാണെന്ന് പറയും. അപ്പോൾ എന്താണ് അത് വിരിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കൊർണേലിയസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പുറകെ വന്ന് കൊട്ടും. അപ്പോൾ തുറക്കുമ്പോൾ 2 പേര്, എന്താ, കൊർണേലിയസിന് എൻ്റെ വീട്ടിലോട്ട് നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. 10 ദിവസം ഒന്നും മിണ്ടാതെ പോവും. എന്താ കാര്യം? ഈ വിരിപ്പിൽ ഇറങ്ങിയിരിക്കുന്നത് എന്താണ്? കർത്താവ് ലോകം മുഴുവനും ഇവനെ ഏൽപ്പിച്ചിരിക്കുക. ലോകം മുഴുവനും 16:15 മർക്കോസിൻ്റെ സുവിശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകം മുഴുവനും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ. അപ്പം ലോകത്തിലേക്ക് പൗലോസ് 4 സ്ഥലത്തേക്ക് പോയെങ്കിൽ 4 പ്രേക്ഷിത യാത്ര നടത്തിയെങ്കിൽ മറ്റുള്ള 11 ശിഷ്യന്മാരെ കൊണ്ട് ലോകം മുഴുവനും വിടാൻ വേണ്ടിയുള്ള അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലനായിട്ട് 10 ദിവസം ഉയർത്തിയിരിക്കുന്ന കൈ ഇടിച്ച് കർത്താവിനെ സ്തുതിക്കുക. അപ്പം നടപടി 10:11 ആണ് ഈ വിരിപ്പെന്ന് പറയുന്നത്. ഞാൻ ഇത് ഇപ്പം പറയാൻ കാര്യം എന്നറിയാം, ഇത് എനിക്ക് വെളുപ്പിനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നൊരു നോട്ടാണ്, അതിപ്പം നിങ്ങൾക്ക് പകർന്നു തരേണ്ടത്. ഇതെല്ലാം ഫ്രഷായിട്ടുള്ള സാധനമാണ്. ഇത് ഇന്ന് രാവിലെ വെളുപ്പിനെ ഈശോ 3:00 4 സംസാരിച്ച വിഷയമാണ്. എന്താ ഈ തരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ പത്രോസാണ് പൗലോസാണെന്ന് പറഞ്ഞാലും കപ്പാസിറ്റിയിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. അപ്പം ക്ലെയിം താനേ ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ കോൺഫിഡൻസ് ഇല്ലല്ലോ. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലെയിമാണ്, അതിൻ്റെ ബേസ്മെൻറ്റ് നമ്മുടെ കപ്പാസിറ്റിയാണ്. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ മാത്രമേ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. വിശ്വസ്തത കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പ്രകടിപ്പിക്കുന്നതിലൂടെയാണ്, പ്രവൃത്തിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? പ്രവൃത്തി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനമാണ്, എന്തെങ്കിലും പ്രവർത്തനമല്ല. പഞ്ചായത്ത് പാലം ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് പോകാൻ പറ്റുകയില്ലെങ്കിൽ ആ പാലം നിനക്ക് നേരെ നന്നാക്കി ഇടാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എന്താണ്? നാമം വഹിക്കണം. അടുത്ത പ്രാവശ്യം ഇലക്ഷന് വേണ്ടി നിൽക്കാൻ വേണ്ടി ആയിരിക്കും, അപ്പം നിൻ്റെ നാമം മാത്രമായിരിക്കും അത്. എൻ്റെ നാമം വഹിക്കുന്ന പാത്രമായിട്ട് അവൻ ഉയർത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷിതൻ 9:15 നടപടി പുസ്തകത്തിൽ വഹിക്കേണ്ട നാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നീ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാൻ സാധ്യതയുള്ളത് ക്ഷയമാണ്. ഇപ്പോൾ MD ഡോക്ടറാണ് നീ, അല്ലെങ്കിൽ നീ ഒരു ഓഫീസിൻ്റെ മെയിൻ ആളാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിലൊക്കെ. പക്ഷേ പ്രേക്ഷിത പ്രവർത്തനത്തിന് മുമ്പിൽ നീ എന്തുമാത്രം ഉന്നതനുള്ള വ്യക്തിയാണെങ്കിൽ, നീ കർത്താവിന് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ നിൻ്റെ ഔന്നത്യം പിന്നെയും വർദ്ധിക്കുകയുള്ളൂ, കുറയത്തില്ല. അതാണ് ഈശോ പറയുന്നത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ പറഞ്ഞേ, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പൊ എന്തൊരു ഉയർച്ചയാ വരണത്? എല്ലായിടത്തും തന്നെ ഏറ്റുപറയും. നിനക്ക് ഒരു പ്രൊമോഷൻ തായോ എന്നും പറഞ്ഞു നീ ആരുടെടുത്തും കൈ നീട്ടി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. നിൻ്റെ പ്രൊമോഷൻ നിൻ്റെ കൈ കൊണ്ടും തരൂ. കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം കണ്ടില്ലേ, ആ ചേച്ചിക്ക് പ്രൊമോഷൻ 60 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പോകത്തില്ല. എന്താ? ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന്. എന്താ കാര്യം? അവിടെ അമ്മ രോഗിയായിട്ട് വീട്ടിൽ കിടക്കണേ. അവർക്ക് പണ്ട് ഭർത്താവ് രോഗിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഭർത്താവിൻ്റെ ഒരു ലീനിയൻ്റ് കാണിച്ചു. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫീസർ വരെ പോകരുതെന്നല്ല എൻ്റെ പറഞ്ഞതിൻ്റെ കാര്യം.
ഇവർക്ക് പോകാൻ പറ്റത്തില്ല. ഭർത്താവ് രോഗിയാണ്, അമ്മയും രോഗിയാണ്. അപ്പോൾ ഭർത്താവ് മരിച്ചു. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ് ശരി, നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ തരാതിരുന്നത്, ഇപ്പോൾ ഭർത്താവ് മരിച്ചതിലേക്ക് പ്രശ്നമൊന്നുമില്ല, ക്ലെയിമൊന്നുമില്ല, മര്യാദക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. 60 കിലോമീറ്റർ അകലെ. അപ്പോൾ അവൾ ഒന്നും പറഞ്ഞില്ല. അമ്മയോട് പറഞ്ഞു, അമ്മേ 60 കിലോമീറ്റർ എങ്ങനെ പോവും, എൻ്റെ അമ്മ കിടക്കണ അവസ്ഥ കണ്ടില്ലേ എന്ന് പറയും. അപ്പോൾ ആന്തരിക ബോധ്യം കൊടുത്തു, നീ പോകത്തില്ലെന്ന് പറഞ്ഞ്. എന്നിട്ട് റിലീവിംഗ് ഓർഡർ സെൻഡ് ഓഫ് കൊടുത്തു അവർക്ക് അവിടുന്ന് പോകാൻ വേണ്ടി. അടുത്ത ഓഫീസിൽ ചെന്ന് 60 കിലോമീറ്റർ അകലുള്ള ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ്, മാഡം നിങ്ങളുടെ നിങ്ങൾ ചാർജിൻ്റെ ഷീറ്റാണിത്, ഇത് നിങ്ങൾ കൈ ഏറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ടി വരും. പക്ഷേ രാത്രി ഒരു ഓർഡർ ഉണ്ടായിട്ടുണ്ട്, എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ പോയി പ്രൊമോഷനായിട്ട് രാത്രി കൊണ്ട് ഓർഡർ ചെയ്യും. അതായത് എന്നിട്ട് അവർ സത്യം പറഞ്ഞ്, നിങ്ങളിത് കൈപ്പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ഇൻസ്റ്റൻ്റായി പോകും, ഇത് കൈപ്പറ്റരുത്. നിങ്ങൾ ഓർഡർ കൊടുക്കുന്ന ഓഫീസർ തന്നെ പറയുകയാണ്, മാഡം ഇത് കൈപ്പറ്റരുതെന്ന് പറയും. എന്താ കാര്യം? ഇങ്ങനെ ഒരു പ്രൊവിഷൻ രാത്രി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വെച്ച് സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ പോകാം. എന്താണ്? ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അമ്മ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ മുകളിലേ സത്യസന്ധമായിരിക്കും. അല്ല നിങ്ങൾക്ക് വേഷം കെട്ട് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പറ്റിക്കാനും സർക്കാരിനെ പറ്റിക്കാനും അല്ല, മറിച്ച് സത്യസന്ധമാണ് നിങ്ങളുടെ ആവശ്യമെന്നുണ്ടെങ്കിൽ അമ്മ അത് ഓണർ ചെയ്യും. പക്ഷേ ഓണർ ചെയ്യുമ്പോൾ ഇതുപോലെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിരിക്കണം. നിങ്ങൾക്കൊരു ക്ലെയിം വേണ്ടേ? ചുമ്മാ ഉടമ്പടി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വികാസ് പുന്നാൻ്റെ പെട്ടി കൊണ്ടുവന്ന് അപേക്ഷ കൊണ്ടുവന്നിട്ട് ഡംപ് ചെയ്യണ പോലെ പോയിട്ട് തോന്നിവാസം ജീവിച്ചാൽ പറ്റുക. നിങ്ങളുടെ ക്ലെയിം വർദ്ധിക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം യേശു നാമത്തെ നിങ്ങൾ വഹിക്കണം. അതാണ് എൻ്റെ നാമം വഹിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതാണ് ഒരു പ്രേക്ഷിതൻ, ഒരു കപ്പാസിറ്റി വർദ്ധിക്കുന്ന വ്യക്തി 9:15 നടപടി പുസ്തകം അനുസരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന് നാമം വഹിക്കണം. അവൻ്റെ നാമം വഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വചനം കേൾക്കുക, അത് ജീവിക്കുക, അവന് വേണ്ടി സാക്ഷ്യം വഹിക്കുക. അത് ആര് ജാതിയും മതവും ഒന്നും നോക്കാതെയാണ് കർത്താവിന് നാമം വഹിക്കേണ്ടത്. എന്താ കാര്യം? രോഗിക്ക് വല്ല മതമുണ്ടോ? ദാരിദ്ര്യം പിടിച്ച് വിഷമിച്ച് നടക്കുന്ന ആൾക്കാർക്ക് വല്ല ജാതിയുണ്ട്? എല്ലാം ആവശ്യക്കാർ മാത്രമേ ഉള്ളൂ. ആരാണ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആരാണ് ഞാൻ എന്ത് ചോദിച്ചപ്പോൾ ആവശ്യക്കാരൻ ആരാണെന്നാണ് ഈശോ ചോദിച്ചത്. നിൻ്റെ മുമ്പിൽ കാണുന്ന ആവശ്യക്കാരൻ ആരാണ്? കാരണം കേരളത്തിൻ്റെ പുതിയ പശ്ചാത്തലത്തിൽ ആവശ്യക്കാരനല്ലല്ല, ഉടനെ ജാതി ചോദിക്കും, ഉടനെ മതം ചോദിക്കും. കർത്താവ് പറഞ്ഞു, ജാതിയും മതവും എന്നല്ല ചോദിക്കേണ്ടത്, അവൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് പലപ്പോഴും, എന്താ നിങ്ങളുടെ വിഷയം എന്താണെന്ന് നോക്കത്തുള്ളൂ, വ്യക്തി ആരാണ് ഞങ്ങൾ നോക്കത്തില്ല. നിങ്ങളുടെ വിഷയം ഡ്രാസ്റ്റിക്കാണ്, നിങ്ങൾക്ക് സർവ് ചെയ്യാൻ പറ്റത്തില്ല, വിതിൻ നോ ടൈം ആണെങ്കിൽ എമർജൻസി ആയിട്ട് പിടിപ്പിച്ചിട്ട് നിങ്ങളെ ബസ് ചെയ്തിരിക്കും. ഉടമ്പടി പുതുക്കി എടുത്താൽ മാത്രം മതി, പുതുക്കണ പോലും ഇല്ല, അപ്പം തന്നെ വിളിപ്പിക്കും. പക്ഷേ രേഖ അവിടെ കാണിക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒരു വചനം കണ്ടില്ല, അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത് സുവിശേഷം. അതായത് 9:26 അതായത് ഒരുവൻ എന്നെക്കുറിച്ചോ പറഞ്ഞേ, എന്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും എന്റെ പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ഇത് ലുക്കായുടെ സുവിശേഷം 9:26. അതായത് മത്തായി 10:36 നമ്മൾ ആദ്യം വായിച്ചതല്ലേ. 32 എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റു പറയും. അതിൻ്റെ റിവേഴ്സ് വചനമുണ്ട്. എന്താണ്? എന്നെക്കുറിച്ച് ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കും. ഇപ്പം കപ്പാസിറ്റി അതായത് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിന് നാം വഹിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം. അതിനാണ് ഇപ്പോഴ് വസ്ത്രമില്ലാത്തവർ ഇന്നും ഉണ്ടോ നിങ്ങൾ ചോദിക്കും. വസ്ത്രം കൂടിയ ആൾക്കാർ ഇന്നും ഒത്തിരി ഉണ്ട്, പക്ഷേ വസ്ത്രമില്ലാത്തവരുണ്ട്. നിങ്ങൾക്കതൊരു ജോലിയായിട്ട് എടുക്കണം. അത് തിരക്കിപ്പോണം. എന്താ വെച്ചാൽ ഇപ്പം ചിലരൊക്കെ വസ്ത്രം കൊണ്ട് ഇവിടെ തരും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുത്തിട്ട് പിന്നെ അവർക്ക് ആളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഒരു മിഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കി, ചാരിറ്റി ഉടമ്പടി ചാരിറ്റി മിഷൻ. ഒരു ആംബുലൻസ് എടുത്തിട്ട്
വീടുകളിൽ പോലും കയറി ഇറങ്ങി പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ആ കുടുംബങ്ങളിലൊക്കെ ചുറ്റുവടക്കം നോക്കി എടുത്തിട്ട് അവിടെ ചിലപ്പോൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും, ചിലപ്പോൾ പൈസ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ശുശ്രൂഷ നിങ്ങൾക്കൊക്കെ ശുശ്രൂഷയിൽ ചേരാൻ കേട്ടോ. ഉടമ്പടി എടുക്കുമ്പോഴേ നിങ്ങൾക്കും കൃപാസന അമ്മയുടെ കൂടെ ഉടമ്പടി ചേർന്നിട്ടേ ഉടമ്പടിയുടെ ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് നിങ്ങളും പറഞ്ഞു, കർത്താവ് 6 മാസം ഞങ്ങൾ ശുശ്രൂഷ ചെയ്തോളാം, ഇവിടെ വന്ന് നിന്ന് താമസിച്ച് ചെയ്യണം, എന്ത് ജോലി വേണം ചെയ്യാൻ മനസ്സുണ്ടാകണമെന്നേ ഉള്ളൂ. പ്രേക്ഷിതൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അതാ. ഈശോയുടെ കൂടെ എന്തെല്ലാം ജോലി ഉണ്ടായിരുന്നു. വിറക് വെട്ടിയ ആൾക്കാരുണ്ടായിരുന്നു, കല്ല് മാറ്റി കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു, ഇല്ലേ? സഖ്യപുസ്തകം മരത്തിൽ നിന്ന് പിടിച്ചിറക്കിയ ആൾക്കാരുണ്ടായിരുന്നു. അയാൾ തനത് ഇറങ്ങിയെന്നാണ് വിചാരിക്കണത്. ഇതുപോലെ ഓരോരുത്തർക്കും പറ്റുന്ന ജോലി ശുശ്രൂഷയായിട്ട് ചെയ്യാൻ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ. ഇതുപോലെ ഞങ്ങൾ ചാരിറ്റി മിഷനായിട്ട് ആൾക്കാരെ പറഞ്ഞ് കുടുംബങ്ങളിൽ വിടുമ്പോൾ പ്രാർത്ഥിച്ചു പോകാൻ കഴിയും. പ്രാർത്ഥനാവരം വേണം, അല്ലെങ്കിൽ ഇതൊന്നും വിജയിക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് വിദ്യാഭ്യാസം, എന്ത് കുടുംബമഹിതമേ എന്നൊക്കെ പറഞ്ഞ് തറവാടിത്വം പറഞ്ഞുകൊണ്ടിരിക്കും. തോമസ് ശരിയാനെ തിരിച്ച് ജ്ഞാനസാരപ്പെടുത്തിയ ആൾക്കാരൊരു കേരളത്തിലുണ്ട്. അതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഇതൊന്നും പറയരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രയോജനദസ്തന്മാർ ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രേക്ഷിത മനോഭാവം വന്നാൽ അവൻ അമർത്തി കുലുക്കി നിറച്ചളഞ്ഞതിൻ്റെ മടിയിലോട്ട് ചൊരിയും. കാര്യം അവൻ ഒന്നും ബാക്കി വെക്കാതെ നൽകുന്ന പിതാവായ ദൈവത്തിൻ്റെ മകനാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. അതാണ് ഈ കാണുന്ന കുരിശെന്ന് പറയണത്. ഒരു കുറവിറച്ചിയായിട്ട് ഒരു ചാൻ തുണിയുടെ നദിയിൽ അവൻ നമ്മൾക്ക് വേണ്ടി അവൻ്റെ ശരീരം ഭാഗിച്ച് വിധിച്ച് തന്നാലേ അതിനെക്കുറിച്ച് അപ്പോസ്തലൻ അനുഭവിച്ച ക്രിസ്തു അനുഭവത്തെക്കുറിച്ച് പറയണത് നമുക്ക് യേശു ക്രിസ്തു നൽകിയവൻ അവനോടൊരു സമസ്തവും നമുക്ക് നൽകത്തില്ലേ എന്നാണ്. ആ സമസ്തവും നൽകപ്പെടുന്നത് ഈ കാര്യങ്ങൾ ഉടമ്പടിയിലൂടെയാണ്. കൈയടിച്ച് കർത്താവ് സഭാവനാശീർവാദമാണ്. മക്കളെ, ഈ സമയം ഒരു സീരിയസ് ടൈമാണ് കേട്ടോ. നിങ്ങൾ മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ആശീർവാദം കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. ഇതുകൊണ്ട് കുറേ സാക്ഷ്യം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എന്ത് വിഷയമാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പോകുന്നത്? അമ്മ മാതാവ് ഈ സമയത്ത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അമ്മയോട് പറയാം, അമ്മേ, ഈ വിഷയത്തിൻ്റെ മേലെ എനിക്ക് സാക്ഷ്യം പറയാനോട്ടിനെ സാധിക്കണേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ എന്ന് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രോഗികളാണെങ്കിൽ എവിടെയാണ് രോഗം അവിടെ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. രോഗികളാണെങ്കിൽ എവിടെയാണ് രോഗം, പിസ്റ്റുലുള്ളവർ അടിവയറ്റ് കൈവെക്കണം, കിഡ്നി രോഗമുള്ളവർ നടുവിൽ കൈവെക്കണം, കരളിന് രോഗമുള്ളവർ ബ്രസ്റ്റിന് താഴെ കൈവെക്കണം, അല്ലെങ്കിൽ നെഞ്ചിന് താഴെ കൈവെക്കണം, ഹാർട്ട് രോഗികൾ ഇടതുവശത്ത് കൈവെക്കണം, പ്രോസ്റ്റേറ്റ് രോഗികളുടെ തൈറോയ്ഡ് രോഗികളുടെ തൊണ്ടയിൽ കൈവെക്കണം, പ്രഷർ രോഗികളുടെ തലയിൽ കൈവെക്കണം, ഇങ്ങനെ അല്ലെങ്കിൽ നെഞ്ചിൽ കൈവെക്കണം. ഇങ്ങനെ എവിടെയാണ് രോഗമുള്ളത് അവിടെ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം. അച്ഛൻ്റെ ആശീർവാദ സമയത്ത് കർത്താവ് സൗഖ്യപ്പെടുത്തും, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാകുമെന്നുള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, സ്തുതി, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ